ഇവിടെ നമുക്ക് ഐശ്വര്യം ഉണ്ടാവാനുള്ള ഒറ്റ മാർഗമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. ഇത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്നത്. അതോട് ചേർത്ത് ലാ ഇലാഹ ഇല്ലാ അൻത എന്നുകൂടി ഒരാൾ ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. ഇത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയം വരെ അവരുടെ ജീവിതത്തിലെ മറ്റു പ്രവർത്തനങ്ങൾക്കിടയിലൊക്കെ, അതാ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന വരെയുള്ള സമയത്ത് അവൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അവൻ ചെയ്യാം. അതിൻ്റെ ഇടയിലുള്ള സമയം വെച്ചിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് ചൊല്ലുകയാണെങ്കിൽ അവൻ അറിയാത്ത ഭാഗത്തുകൂടെ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു മനുഷ്യനാണെങ്കിൽ